ഏറ്റവും അധികം എൻജോയ് ചെയ്തൊരു സ്റ്റേജ് ഷോസ് ഉണ്ടോ ഏതൊരു ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്? ഭയങ്കര നിങ്ങൾ തന്നെ ചിരിച്ച് ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെയാണ്. അത് ഒരെണ്ണം മനസ്സിൽ പറയൂ. അത് ഞാനൊരു ഇപ്പോഴൊന്നുമല്ല, ഇപ്പം കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളെ സ്കിറ്റിലൊരു സ്കിറ്റായിരുന്നു. ഒരാൾ കൈ ഇങ്ങനെ വെച്ചോണ്ട് വരും. കൈ ഇങ്ങനെ വെച്ചോണ്ട് വന്നിട്ട്, സാർ എൻ്റെ കൈ മടങ്ങുന്നില്ല, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ കൈ ഇങ്ങോട്ട് തള്ളും, ഇത് വന്ന് എൻ്റെ തലക്കെട്ടിടിക്കും, പിന്നെ ഇങ്ങനെ തള്ളി ആ ഡോക്ടറുടെ തലക്കെട്ടിടിക്കും, താത്തും പൊങ്ങും. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ്റെ മുണ്ട് പിടിച്ചഴിക്കാൻ പോകുമ്പോൾ ഇവൻ അയ്യോ എന്ന് പറഞ്ഞ് കൈ പിടിക്കും. ശരിയാക്കി എന്ന് പറയുമ്പോൾ ഞാൻ പൈസ ചീട്ടെഴുതി കൊടുക്കും. അമ്മനെ സാർ കൈ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൈസ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു സ്കിറ്റ്. ഞാൻ ഡോക്ടറായിട്ടിരിക്കുമ്പം ഈ സ്ഥിരം വരുന്നവൻ മുണ്ടെടുക്കാൻ പറഞ്ഞിട്ട് പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവനോട് 2-3 പ്രാവശ്യം പറഞ്ഞു സ്റ്റേജിൽ നിന്ന്, താങ്കൾ പോയിട്ട് പിന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇല്ല സാറേ എനിക്ക് നന്നാക്കി തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ഞാനിതൊക്കെ വെച്ചിട്ട് അവൻ്റെ പാൻറ്റ് പിടിച്ചിട്ട് താത്തി. പക്ഷേ ഇത് ഊരിപ്പോയി. ഇത് സ്റ്റേജിൽ വെച്ച് ഇവൻ്റെ പാൻറ്റ് താഴെ കൊടും ചിരിയും കഴിയാക്കാം. ഇവൻ സ്റ്റേജിൽ വെച്ച് പാൻറ്റ് ഊരിയിട്ട് ഓടുമ്പം ഈ പാൻറ്റ് ഇവിടെ കിടക്കുമല്ലേ, ആന കൂച്ചുവലം കിട്ടാല്ല കിടുകിടാന്ന് ഓടിയിട്ട് സ്റ്റേജിൽ മുഖം തല്ലി വീണ് പിള്ളേരൊക്കെ കൂടെ ചിരിച്ചിട്ട് എന്തൊരു കോമഡിയാന്നും പറഞ്ഞിട്ടേ. ഇത് നമുക്ക് ഇവൻ വരുമ്പോ തൊട്ട് എൻ്റെ മനസ്സിൽ ആദ്യം ഞാനിത് എങ്ങനെ തീർക്കും. ഇങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാടുണ്ട് സ്റ്റേജിൽ വെച്ച് നമുക്ക് തെറ്റിപ്പോയിട്ടുള്ളതും അല്ലാതെയൊക്കെ. തെറ്റിപ്പോവും സാധാരണ, തെറ്റിപ്പോവും. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചില ഓർഡർ, ചില സാധനം, ചില വിറ്റുകളൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് മറന്നു പോകും. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തനെ കിട്ടും, അപ്പോൾ അവൻ എന്തോ പറയും, നമ്മൾ ഇവനോട് കൗണ്ടറൊക്കെ പറയും, തിരിച്ച് നമ്മൾ നിർത്തിയെടുത്ത് വന്ന് കയറുമ്പോൾ എന്തോ ഒരു കണക്ഷൻ വിട്ടുപോകും. അപ്പം അതെന്താ നീ പറയുന്നതിൻ്റെ കൂടെ ആലോചിച്ചുകൊണ്ടിരുന്ന ബാക്കി മുഴുവൻ പോകും. അതവിടെ വിട്ടിട്ട് കയറുന്നൊരു കയറ്റമുണ്ട്. എന്നാലും ത്രൂ ഔട്ട് സമയം എന്തോ ഒരു നല്ല വിറ്റ് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് നിർബന്ധമില്ല കിട്ടണം എന്നുള്ളത്. വേറെ കിട്ടി പോകുന്നത് ഇന്റർവ്യൂ ചെയ്യുമ്പോഴല്ലേ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കിയാലും തോന്നും. രാത്രി നമ്മൾ കിടക്കുമ്പോഴേ അവനോട് ഇതും കൂടി എനിക്ക് പറയായിരുന്നു നമുക്ക് തോന്നിയില്ലേ. വഴക്കിട്ടിട്ട് ചില സാധനം അപ്പ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ സുഖം പോകും. വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ചിലപ്പോ ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുണ്ടാവും.